ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് വിൻഡോസ് കറപ്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ ഫിക്സ് ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യാൻ പോണ കമാൻഡ് SFC_scan എന്ന് പറഞ്ഞ കമാൻഡാണ്. ഓക്കെ, അത് CMDയിലാണ് റൺ ചെയ്യേണ്ടത്. CMD എടുക്കുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കമാൻഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് ആക്ച്വലി മിക്കവർക്ക് അറിയത്തില്ല. ഞാനൊരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുറച്ച് ഫയൽസുകളുണ്ട്. അതായത് explore.exe, പിന്നെ ഇവിടെ cmd.exe, കേർണൽ ഫയൽസ്, പിന്നെ ഡ്രൈവേഴ്സ്, കാറ്റലോഗ് ഫയൽസ്, ഇങ്ങനത്തെ ഫയൽസുകളല്ലാതും ആക്ച്വലി സിസ്റ്റം 32 ഉള്ളിലുണ്ടാവുക. ഇതാണ് സിസ്റ്റം പ്രൊട്ടക്റ്റഡ് ഫയൽസ്. ഇത് കറപ്റ്റഡ് ആയിക്കഴിഞ്ഞാലാണ് ആക്ച്വലി നമുക്ക് കുറേ ഇഷ്യൂസ്, അതായത് ബൂട്ടിങ് ഇഷ്യൂസ് വരും. അല്ലെന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് ബൂട്ടാവുക, അല്ലെന്നുണ്ടെങ്കിൽ റാൻഡമായിട്ട് ഫ്രീസ് ആവുക, അല്ലെങ്കിൽ ബ്ലൂ സ്ക്രീൻ വരിക, അല്ലെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് റീബൂട്ട് ആവുക, അല്ലെങ്കിൽ വിൻഡോസ് അപ്ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വരാം. അങ്ങനെ ഇഷ്യൂസൊക്കെ വരുന്നത് ഈ ഇത്രയും ഫയൽസുകളൊക്കെ എറർ വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കമാൻഡിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ലൊക്കേഷനിൽ കുറച്ച് ഇതിൻ്റെ തന്നെ കോപ്പി ഫയൽസ് ഉണ്ട്. അതായത് സിയിൽ, വിൻഡോസിൽ Win6, ഓക്കെ 6, ഈ ലൊക്കേഷനിൽ ഇതിൻ്റെ കോപ്പീസ് കിടപ്പുണ്ട്. അതായത് ഒരു നല്ല കോപ്പീസ്. അപ്പോൾ നമ്മൾ ഈ കമാൻഡ് റൺ ചെയ്യുമ്പോൾ ഈ ലൊക്കേഷനിലുള്ള ഫയൽസുകളായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഫയൽ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സിയിൽ, വിൻഡോസിൽ Win6 എന്ന് പറഞ്ഞാൽ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പേസ്റ്റ് ചെയ്യും. ഓക്കെ, മീൻസ് റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണ് ഇത് ഇഷ്യൂ ഫിക്സ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് വയലേഷൻസ് ഒന്നും കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ നേരത്തെ റൺ ചെയ്തുകൊണ്ടാണ് ഇവിടെ വയലേഷൻസ് ഒന്നും കാണാഞ്ഞത്. ആക്ച്വലി നേരത്തെ റൺ ചെയ്തതിൻ്റെ ഒരു ഇത് കാണിക്കും. മീൻസ് നേരത്തെ റൺ ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ ലൊക്കേഷനിലായിരിക്കും അതിൻ്റെ ലോഗോ ഒന്ന് എടുക്കുക. ഓക്കെ, സിയിൽ, വിൻഡോസിൽ, ലോഗ്സിൽ, cbs.logs. ഓക്കെ, ഇതിനകത്ത് ഇതുണ്ടോ, ഇവിടുന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ലോഡ് ചെയ്തൊക്കെ ഉണ്ടാകും. എനിക്ക് ആക്ച്വലി കുറേ ഫയൽസിൽ എൻ്റെ എററായിട്ടുണ്ട്. ലോഡിങ് രജിസ്ട്രി സിസ്റ്റം 32-ലുള്ളത്. ഇത് ആക്ച്വലി കുറേ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, ഒരുപാട് കാര്യം നടക്കുന്നുണ്ട്. ലോഡ് ചെയ്യുന്നു, ഡാറ്റാബേസ്, സോ ഇതാണ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ടാവുക. ഇത്രയും ഫയൽസിലൊക്കെ ചെക്ക് ചെയ്ത് അതിനെ റീസ്റ്റോർ ചെയ്യും. ചില സമയത്ത് ഈ പറഞ്ഞ കമാൻഡ് സ്കാൻ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്തില്ല എന്നുള്ള ഒരു ഇത് വരും. നമ്മൾ എപ്പോഴും സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് എന്താണ് പറയണമെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഫിക്സ് ചെയ്തില്ല എന്ന് അത് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് കൊടുക്കുക, ഈ ഒരു കമാൻഡ്. ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ഇത് ചെയ്യണത് എത്രേ ഉള്ളൂ. നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റിൽ പോയിട്ട്, വിൻഡോസ് അപ്ഡേറ്റിന് ഇഷ്യൂ വേണ്ടി നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അതിന് വേറെ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള, അതായത് ഈ പറഞ്ഞ Win6 എന്ന ഫോൾഡർ ഉണ്ടല്ലോ, ഈ ഫോൾഡറും കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫയൽസും കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ അത് വിൻഡോസ് അപ്ഡേറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് അവിടെ നിന്ന് ഫയൽസ് എടുത്തിട്ട് ഈ പറഞ്ഞ ലൊക്കേഷനിൽ
സേവ് ചെയ്യും. എവിടെ? ഈ ലൊക്കേഷനിലേക്ക് റീസ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് അതായത് റീസ്റ്റോർ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്, ആ ലൊക്കേഷനിലേക്ക് റീസ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും SFC സ്കാനോ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് സംഭവം കറക്റ്റ് എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്തോളൂ. ഓക്കെ, ഇതിപ്പോൾ ആക്ച്വലി കുറേ ടൈം എടുക്കും തോന്നുന്നു റണ്ണാവാനായിട്ട്. ഓക്കെ, 3.8. ഓക്കെ, LED ഇല്ലാണ്ട് തീരുമായിരിക്കും. ഇത് ഒരു ഓപ്ഷനാണ്. അതായത് ഇത് നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പോസിബിൾ ആകത്തുള്ളൂ. നമുക്ക് ഓഫ്ലൈൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ഡിസ്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ സെയിം വിൻഡോസ് അപ്ഡേറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് വരുന്നത്, ഡിസിം ഓൺലൈൻ ക്ലീനപ്പ്, ഈ ഒരു കമാൻഡ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ആക്ച്വലി വേണ്ടത് ഒരു വിൻഡോസ് ഇൻസ്റ്റാളേഷൻ മീഡിയം വേണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സോഴ്സ് ഈ ഒരു ഫയലിനുള്ളിൽ നിന്നാണ് അത് റീസ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് ലൊക്കേഷൻ കോപ്പി ചെയ്ത് വയ്ക്കാം. കോപ്പി തൽക്കാലം വേറെ CMD അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ ഈ കമാൻഡ് റൺ ചെയ്താലും ആക്സെപ്റ്റ് ചെയ്യാമെന്നില്ല. അതിലൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അത് വെയിറ്റ് ചെയ്യാം. ആക്ച്വലി കുറേ ടൈം എടുക്കുന്നുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കണ്ടോ? ഇതിപ്പോൾ ഈ ഒരു സോഴ്സ് ഫയലിൽ നിന്ന് ഇത് റൺ ചെയ്യേണ്ടതാണ്. അതായത് വിൻഡോസ് അപ്ഡേറ്റിൽ നിന്നല്ല, ഇപ്പോൾ ഈ ഒരു സോഴ്സ് ഫയലിൽ നിന്നാണ് ഇത് റൺ ചെയ്യേണ്ടത്. ഇതിപ്പോൾ സോഴ്സ് ഫയൽ റീഡ് ചെയ്ത് കോപ്പി ഇത് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ടൈമാവും. അത് കുഴപ്പമില്ല, പോകട്ടെ. ഇനി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ മീഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുന്ന് കമാൻഡ് പ്രോംപ്റ്റ് എടുത്താൽ നമുക്കിത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് സിസ്റ്റം തീരെ ലോഗിൻ ആവുന്നില്ല, ഫുൾ എറർ, അങ്ങനത്തെ റിലേറ്റഡ് ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നമ്മൾ ഒരു സിസ്റ്റം ഒരു പെൻഡ്രൈവ് നമ്മൾ ബൂട്ട് ചെയ്തെടുക്കുകയാണ്, അതായത് OSൻ്റെ ഒരു പെൻഡ്രൈവ് ബൂട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു C ഡ്രൈവ് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ C ഡ്രൈവ് ആയിട്ടല്ല കാണാം. ഓക്കെ, അത് D ഡ്രൈവ് ആയിട്ടായിരിക്കും കാണാം. അപ്പോൾ അത് ഏത് ഡ്രൈവാണെന്ന് നമ്മൾ നോക്കിയിട്ട് ഇത് ചേഞ്ച് ചെയ്യുക. ചിലപ്പോൾ D ആയിരിക്കാം, ചിലപ്പോൾ E ആയിരിക്കാം. അതായത് ഈ ലൊക്കേഷനിൽ വന്ന് നമ്മൾ എവിടെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെറ്റപ്പ് ഫയൽ എവിടെയാണുള്ളത് ആ ലൊക്കേഷൻ ഇതിനകത്തും കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ മിക്കവാറും ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് 8x64 കൂടി ഇവിടെ ആഡ് ചെയ്യേണ്ട വരുമായിരിക്കും. എൻ്റെ ആക്ച്വലി 32 ബിറ്റും 64 ബിറ്റും എൻ്റെ പെൻഡ്രൈവിലുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തേണ്ടി വരും. ഇത് റൺ ചെയ്താൽ നമുക്ക്
ഓഫ്ലൈനായിട്ട്, അതായത് വിൻഡോസിൻ്റെ ഉള്ളിൽ കയറാതെ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒട്ടും വിൻഡോസിൽ കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെ മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ ഓക്കെ ഇത്രയാണ് ഡീറ്റെയിൽസിൽ. എന്തെങ്കിലും ഡൗട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, അതായത് എന്തൊക്കെയാണ് സിംറ്റംസ് എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താങ്ക് യു, ബൈ ബൈ.